ഓർമ്മപ്പെടുത്തുന്ന കഥയാണ്. ജപ്പാനിലെയോ ബ്രിട്ടനിലെയോ കഥയല്ല. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയെ ആസ്പദമാക്കിയുള്ള ഒരു കഥയാണ്. വളരെ പ്രശസ്തമായ ഒരു ഹോണ്ടഡ് സ്റ്റോറി. അതെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഡിമോണ്ടി കോളനിയെ കുറിച്ചാണ്. ഇന്ത്യയിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസുകളിലൊന്നായ ഡിമോണ്ടി കോളനിയെ കുറിച്ച്. 19-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് വ്യാപാരിയായ ജോൺ ഡിമോണ്ടി ചെന്നൈയിലെ ആൽവാർപേട്ടിലെത്തുന്നു. ഭൂമിയോടും വസ്തുവകകളോടും വളരെ തൽപരനായിരുന്ന അദ്ദേഹം ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കുന്നു. അതിലേറ്റവും പ്രത്യേകതയുള്ളത് അദ്ദേഹത്തിന്റെ കൊട്ടാരം പോലുള്ള ഭവനമായിരുന്നു. വലിയ പൂന്തോട്ടങ്ങൾ ഉൾപ്പെടുത്തി യൂറോപ്യൻ ശൈലിയിൽ പണികഴിപ്പിച്ച മനോഹരമായ ഒരു മാളിക. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ജോൺ ഡിമോണ്ടിയുടെ ഭാര്യ ഗർഭിണിയാവുകയും ഗർഭാവസ്ഥയിൽ തന്നെ മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും അസാധാരണമായി പെരുമാറുകയും ചെയ്തിരുന്നു. ആ വലിയ മാളികയിലെ ആഡംബര മുറിയിൽ ചങ്ങലക്കെട്ട അവസ്ഥയിലായിരുന്നു അവളുടെ ജീവിതം. ഒരു പ്രഭാതത്തിൽ ജോൺ തന്റെ ഭാര്യയെ കാണാനായി മുറിയിലേക്ക് പോകുന്നു. ചങ്ങല കൊണ്ട് ബന്ധിതമായതിനാൽ ആ മുറി അകത്തു നിന്നും പൂട്ടിയിട്ടില്ലായിരുന്നു. ജോൺ തന്റെ ഭാര്യയുടെ പേര് വളരെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് ആ വാതിലുകൾ തള്ളി തുറന്നു. അന്ന് അവിടെ കണ്ട കാഴ്ച ജോണിന്റെ മാനസികാവസ്ഥയെ തകർക്കുന്നതായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ സ്വയം ജീവൻ വെടിഞ്ഞു നിൽക്കുന്ന കാഴ്ച. കഴുത്തിൽ കയറുകൾ മുറുക്കി ഞരമ്പുകൾ പൊട്ടി ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് അവൾ വഴുതി വീണു കഴിഞ്ഞിരുന്നു. അസഹ്യമായ വേദന കൊണ്ടായിരിക്കാം അവൾ തന്റെ നഖങ്ങൾ കൊണ്ട് ശരീരം മാന്തി പൊളിച്ചിരുന്നു. ശേഷം ജോണിന്റെ മകനും ദുരൂഹമായ സാഹചര്യത്തിൽ മരിക്കുകയായിരുന്നു. തുടരെയുള്ള ദുരന്തങ്ങൾക്ക് ശേഷം ജോണിന് തന്റെ മാനസിക നില കൈവിട്ടു പോയിരുന്നു. തന്റെ മകന്റെ ഈ അവസ്ഥ കണ്ട് സഹിക്കവയ്യാതെ ആ പിതാവ് ഇതിനൊരു പരിഹാരം കാണാനായി ഒരു താന്ത്രികനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ജോണിനും അവന്റെ മരിച്ചുപോയ ഭാര്യയുടെ ആത്മാവിനും പരസ്പരം കണ്ട് സംസാരിക്കാൻ ഒരു സഹായമൊരുക്കണമെന്ന്. നീണ്ട നേരത്തെ ആലോചനയ്ക്ക് ശേഷം താന്ത്രികൻ അദ്ദേഹത്തിന്റെ വാക്ക് മാനിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ആ താന്ത്രികൻ കൊട്ടാരത്തിലെത്തി. മണിക്കൂറുകളുടെ കഠിന പ്രയത്ന ഫലമായി ജോൺ അവന്റെ ഭാര്യയുടെ ആത്മാവുമായി സംസാരിച്ചു. ആ ആത്മാവ് പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്: സന്തോഷത്തോടെ ജീവിക്കില്ല. അതിനുശേഷമുള്ള ഓരോ രാത്രിയും ജോണിന് ദുസ്വപ്നങ്ങളുടെയും നിലവിളികളുടെയും രാത്രികളായിരുന്നു. ഒടുക്കം അദ്ദേഹം തന്റെ വീടിന്റെ മുകളിലെ നിലയിൽ കയറി ആത്മഹത്യ ചെയ്തു. കാലങ്ങളായി ആളുകളില്ലാതെ കിടന്ന ആ ഭവനം തകർന്ന തരിപ്പണമാവുകയും ഒരു മരുഭൂമി പോലെയാവുകയും ചെയ്തു. രാത്രികാലങ്ങളിൽ കാട്ടുകുറുക്കന്മാരുടെ ശബ്ദങ്ങളും അട്ടഹാസങ്ങളും അവിടെ നിന്നും കേൾക്കുന്നുണ്ടത്രേ. അതോടുകൂടി ആ പ്രദേശവാസികൾ ഉറപ്പിച്ചു, ഇത് ഡിമോണ്ടിയുടെ ആത്മാവാണ്, അതൊരിക്കലും അവിടം വിട്ടുപോവില്ല. 2000-ങ്ങൾക്ക് ശേഷം ചില യുവാക്കൾ ഈ സ്ഥലത്തേക്ക് ഒരു മോട്ടോർ സൈക്കിൾ റൈഡ് പോയി. അവിടെ വെച്ച് ഒരാളുടെ മൊബൈൽ ഫോൺ കാണാതായി. അത് തിരഞ്ഞു പോയപ്പോൾ ആ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ രക്തം കൊണ്ട് ഡിമോണ്ടി എന്ന് എഴുതിയിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കൂട്ടത്തിലെ ഒരു യുവാവിനെ കാണാതായി. പിറ്റേന്ന് തന്നെ ആ യുവാവിന്റെ മൃതശരീരം തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. 2025-ലും കഴിഞ്ഞ വർഷവും പുറത്തിറങ്ങിയ ഡിമോണ്ടി കോളനി എന്ന തമിഴ് സിനിമ ഈ ഹോണ്ടഡ് പ്ലേസിനെ ആസ്പദമാക്കി എടുത്തതാണ്. ഇന്ന് ഡിമോണ്ടി കോളനി ഭാഗികമായി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കെട്ടിടം പുതുക്കി പണിയാനുള്ള ശ്രമങ്ങൾ പലതവണ തടസ്സപ്പെട്ടു. അടുത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഒരു തൊഴിലാളി പെട്ടെന്ന് നിലവിളിച്ച് ഇറങ്ങിയോടി. അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മേലെ മുറിയിൽ നിന്നും ഒരു കുട്ടി തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്ന്. പക്ഷെ ആ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നും ഡിമോണ്ടി കോളനി ദുരൂഹതകൾ നിറഞ്ഞൊരിടമാണ്. വീണ്ടും ഇത്തരം വീഡിയോകൾക്കായി കാണുക നീർമാതളം.